ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എല്ലാം യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ല ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വണ്ടർഷെയർ ഫിലിമോര എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര്. വളരെ പോപ്പുലർ ആയതും അതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സ് എല്ലാം വീഡിയോ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്നതുമായ ഒരു സോഫ്റ്റ്വെയർ ആണിത്. അഫോർഡബിൾ ആയ ഒരു പ്രൈസിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ വലിയ ഒരു അഡ്വാൻറ്റേജ്. നിലവിൽ ഫിൽമോര ലേറ്റസ്റ്റ് വേർഷനായ 12 എന്നത് കഴിഞ്ഞ ഡിസംബർ 2022 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ കൂടുതലായി പരിചയപ്പെടാം. അതായത് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്, എങ്ങനെയാണ് ഇതിൽ എഡിറ്റിംഗ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം. ഫിൽമോര ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. വളരെ സിമ്പിൾ ആയ ഒരു ഇന്റർഫേസ് ആണിത്. ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഫങ്ഷൻസ് എല്ലാമാണ് ഈ ഒരു സോഫ്റ്റ്വെയറിലുള്ളത്. നിങ്ങൾ നേരത്തെ മൊബൈൽ ഫോൺ എല്ലാം യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാനെല്ലാം സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫങ്ഷൻസ് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇമ്പോർട്ട് മീഡിയ എന്നൊരു ഓപ്ഷൻ കാണും. ഇതിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് പ്രിവ്യൂ സ്ക്രീൻ ആണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിന്റെ പ്രിവ്യൂ കാണുന്നതിന് വേണ്ടിയുള്ള സ്ക്രീനാണിത്. ഇപ്പോൾ ഞാൻ ഇവിടേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്യേണ്ട ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഇത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാം. ഇതിനുശേഷം ഇവിടെ വന്നിരിക്കുന്നതാണ് ഇതിന്റെ എഡിറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇത് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇത്തരത്തിൽ കൊണ്ടുവന്ന് നമുക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ ഇതിന് ഇവിടെ ഒരു സിസർ ഐക്കൺ കാണും. ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ വളരെ ഈസിയായ മെത്തേഡ് ഇത്. നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുന്ന് നമുക്ക് വേണ്ടാത്ത പോർഷൻ എല്ലാം നമുക്ക് ഈ സിസർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട എങ്കിൽ ഇനി ഡിലീറ്റ് ചെയ്യാം. ഇതിനായി ഇവിടെ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൽ ഡിലീറ്റ് എന്നത് പ്രസ് ചെയ്താലും മതി. ഇനി അടുത്ത ടൂൾസ് എല്ലാം നോക്കാം. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാത്ത ഒരു വീഡിയോ ഇതിലേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ടൂൾ പരിചയപ്പെടാം. അതായത് ക്വിക്ക് സ്പ്ലിറ്റ് മോഡ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓഡിയോ എല്ലാം കാണാം. ഈ ഓഡിയോ ഉള്ള ഭാഗം മാത്രം നിർത്തി ബാക്കി ഓഡിയോ ഇല്ലാത്ത ഭാഗം പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നതിന് ഇതുപോലെ നമുക്ക് സെലക്ഷൻ കൊടുക്കാം. ഈ ഒരു ടൂൾ അവിടെ കൊടുന്നു വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോയിൽ നിന്ന് നമുക്ക് സംസാരമില്ലാത്ത ഭാഗമെല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. അതിനാൽ തന്നെ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് വളരെ ഈസിയായി ചെയ്യാൻ ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കും. അതിനുശേഷം ഈ ഭാഗമെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇതുപോലെ ഒരുപാട് ടൂൾസ് ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അൺഡു ചെയ്യാൻ, റീഡു ചെയ്യാൻ, അതുപോലെ ഡിലീറ്റ് ചെയ്യാൻ. ഇത് നമ്മൾ നേരത്തെ നോക്കി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അതുപോലെ ഇവിടെ ക്രോപ്പ് ടൂൾ ഉണ്ട്. അതുപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിന്, സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിന്, കളർ എല്ലാം മാച്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതുപോലെ കീ ഫ്രെയിംസ്, അതുപോലെ വളരെ നല്ല ഒരു ഓപ്ഷനാണ് ഇത് ഓട്ടോ സിങ്കർണൈസേഷൻ. അതായത് നിങ്ങൾ വീഡിയോ നിങ്ങൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നു, ഓഡിയോ നിങ്ങൾ സെപ്പറേറ്റ് ആയി വേറെ എന്തെങ്കിലും റെക്കോർഡർ എല്ലാം യൂസ് ചെയ്താണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടും കൂടി മാച്ച് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. അതായത് ആ വീഡിയോയിലുള്ള ഓഡിയോ, അത് വീഡിയോ ആഡ് ചെയ്തതിനു ശേഷം ഓഡിയോ നിങ്ങൾക്ക് അടുത്ത ടാബിൽ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് സിങ്കർണൈസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി സിങ്കർണൈസ് ആകും. അപ്പോൾ ഇത് നല്ല ഓപ്ഷൻസ് ആണ്. ഒരുപാട് യൂട്യൂബേഴ്സ് എല്ലാം ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വലിയ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ബേസിക് ഫീച്ചേഴ്സും അതിൽ കൂടുതലെല്ലാം ഈ സോഫ്റ്റ്വെയറിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നമുക്ക് ലഭിക്കുന്ന മറ്റു അഡ്വാൻറ്റേജസ് എന്തെല്ലാം എന്ന് നോക്കാം. ഇവിടെ നമുക്ക് സ്റ്റോക്ക് മീഡിയ എന്നതിൽ പോയാൽ
നമുക്ക് നമ്മുടെ വീഡിയോക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഫ്രീ ആയുള്ള ഇമേജ് വീഡിയോസ് എല്ലാം നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഫൂട്ടേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ വീഡിയോസ് എല്ലാം വേണമെങ്കിൽ നമുക്കത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉദാഹരണമായി ഇവിടെ ഇന്റീരിയർ എന്നാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇത് ഫിൽട്ടർ ചെയ്തിരിക്കുന്നത് വീഡിയോസ് എന്ന് കൊടുത്താണ്. ഇനി ഫോട്ടോസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇന്റീരിയർ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇന്റീരിയർ ഫോട്ടോസ് എല്ലാം ലഭിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ വീഡിയോക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫേവറേറ്റ് ആക്കി വെക്കാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് എല്ലാം ഈ ഒരു ഓപ്ഷനിൽ പോയാൽ നമുക്ക് പിന്നീട് എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ടാബിൽ പോയാൽ ഇവിടെ ഓഡിയോ എന്ന ടാബിൽ പോവുകയാണെങ്കിൽ നമുക്ക് ട്രെൻഡിങ് ആയ ഒരുപാട് സൗണ്ട് എഫക്ട്സ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സൗണ്ട് എല്ലാം വേണമെങ്കിൽ അത് ഇവിടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓഡിയോ ഓപ്ഷൻസ് എല്ലാം ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ ആണ് ഇത് ടൈറ്റിൽസ്. നമ്മുടെ വീഡിയോയിലേക്ക് എന്തെങ്കിലും ടൈറ്റിൽസ് എല്ലാം ആഡ് ചെയ്യണമെങ്കിൽ നല്ല നല്ല ടൈറ്റിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ടൈറ്റിലാണ് എനിക്ക് കൊടുക്കേണ്ടതെങ്കിൽ ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ സൈസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എവിടെയാണ് നമുക്ക് ഇത് പ്ലേസ് ചെയ്യേണ്ടത്, ഇത്തരത്തിൽ നമുക്ക് ഇത് പ്ലേസ് ചെയ്യാം. ഇതിന്റെ കളർ എല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസിയായി ഇവിടെ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണ്ട കളർ എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ നമുക്ക് വേണ്ട ഫോണ്ട് അല്ലെങ്കിൽ ഫോണ്ട് സൈസ്, ഇത് ബോൾഡ് ചെയ്യണോ ഇറ്റാലിക് ആക്കണോ, ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് എന്നതിൽ പോയാൽ ലഭിക്കും. നമ്മൾ മൊബൈലിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ കുറച്ച് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയ ഓപ്ഷൻസ് എല്ലാമാണ് കിട്ടുക. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് വേണ്ട ഫോൺസ് അല്ലെങ്കിൽ പുതിയ ഡിസൈൻസ് ഇതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ എല്ലാം സാധിക്കും. ഇനി അടുത്തൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് ട്രാൻസിഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നമുക്ക് എന്തെങ്കിലും നല്ല നല്ല ട്രാൻസിഷൻസ് എല്ലാം കൊടുക്കണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ട്രെൻഡിങ് ആയ ഒരുപാട് ട്രാൻസിഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തതായി എഫക്ട്സ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും എഫക്ട്സ് എല്ലാം കൊടുക്കണമെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഇതുപോലെ എഫക്ട്സ് എല്ലാം കൊടുക്കണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ഈസിയായി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റിനും എഫക്ട്സ് അനിമേഷൻസ് എല്ലാം കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് എല്ലാം വേണമെങ്കിൽ ഇതുപോലെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അൺലിമിറ്റഡ് എന്ന് കാണാം. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു വേർഷൻ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ആണ് എനിക്ക് അവർ തന്നിരിക്കുന്നത്. ഇത് 12 ആണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12 യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ആണ് എനിക്ക് ലഭിക്കുക. 13 സീരീസ് അതായത് ഫിൽമോര 13 സീരീസ് ഇറങ്ങുമ്പോൾ എനിക്ക് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവർ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നത്. എന്നാൽ എനിക്ക് ഫിൽമോര 12 ഇത് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫിൽമോര 12ന്റെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് എല്ലാം വരുമ്പോൾ അത് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഫിൽമോര 9 പർച്ചേസ് ചെയ്തവർക്ക് അവർക്ക് എല്ലാ വേർഷനിലേക്കും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ആക്സസ് എല്ലാം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് അന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ കൊടുത്തിരുന്നത് എല്ലാ വേർഷനും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. അതായത് ലൈഫ് ടൈം ആക്സസ് ആണ് അവർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന പർച്ചേഴ്സിന് അവർ പ്രത്യേകമായി പറയുന്നുണ്ട് നമ്മൾ ഏത് വേർഷൻ ആണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ വേർഷൻ മാത്രമാണ് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയി ലഭിക്കുക എന്ന്. ഇനി എനിക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് എന്തെല്ലാം എന്ന് പറയാം.
ഇവിടെ നമുക്ക് സൈലൻസ് ഡിറ്റക്ടർ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇത് സെലക്ട് ചെയ്ത് നമുക്ക് വീഡിയോയിൽ നിന്ന് സൈലന്റ് ആയ ഭാഗമെല്ലാം റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറെ ഭാഗത്ത് സൈലന്റ് ആയ ഭാഗമാണ് വന്നിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന ഭാഗമാണ് സൈലന്റ് ആയി കാണുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് ഇത് സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർട്ട്, ഇതിലൊന്നും ചേഞ്ചസ് വരുത്തുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ചസ് എല്ലാം കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള സൈലന്റ് ഡിറ്റക്ഷൻ ആണ് ഇത് ചെയ്യുക. ഇവിടെ കാണിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി റിമൂവ് സൈലന്റ് ഓഡിയോ റീജൻസ് ഫ്രം വീഡിയോ ക്ലിപ്പ് എന്ന്. ഇനി ഇത് 100% ആകുമ്പോൾ നമുക്ക് ഇത് എക്സ്പോർട്ട് ടു ടൈം ലൈൻ എന്ന് കൊടുത്താൽ നമ്മുടെ സൈലന്റ് ആയി കാണുന്ന എല്ലാ ഭാഗവും ഇത് ഓട്ടോമാറ്റിക്കായി റിമൂവ് ചെയ്തത് കാണാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ എല്ലാം കട്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതായത് ഇവിടെ വന്നിരിക്കുന്ന സൈലന്റ് ആയ പാർട്ട് എല്ലാം കട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനാൽ തന്നെ എന്തെങ്കിലും ടോക്കിംഗ് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ വളരെ ഗുണം ചെയ്യും. കാരണം നമുക്ക് ഇതുപോലെ സിസർ എടുത്തോ അല്ലെങ്കിൽ ഈ സ്പ്ലിറ്റ് ടൂൾ എല്ലാം എടുത്ത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന സൈലന്റ് പാർട്ട് എല്ലാം തന്നെ ഒറ്റയടിക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ ഈസിയായി നമുക്ക് ഇത് പ്ലേ ചെയ്ത് ഓഡിയോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം ഇത് നമുക്ക് ഈസിയായി എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ ഇതിന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. നിലവിൽ ഞാൻ ഈ ട്യൂട്ടോറിയൽ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇതേ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാരിറ്റി എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാരിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അതിൽ നമുക്ക് വേണ്ട ക്ലാരിറ്റിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ട പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് ഈ വീഡിയോയ്ക്ക് ഇതിൽ കളർ എഫക്റ്റ് എല്ലാം കൊടുക്കണമെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് കളർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ ഒരുപാട് പ്രീസെറ്റ്സ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് വേണ്ട പ്രീസെറ്റ്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രീസെറ്റ്സ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നിങ്ങൾ മാനുവലായി നിങ്ങൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ വീഡിയോയുടെ കളർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കൂടുതൽ നന്നാക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല ഇതിൽ മറ്റു കുറെ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. കീ ഫ്രെയിമിംഗ്, അതുപോലെ ഇവിടെ നമ്മൾ പോകുമ്പോൾ ക്രോമ കീ, ഗ്രീൻ സ്ക്രീൻ എല്ലാം വെച്ച് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഈ ക്രോമ കീ എല്ലാം യൂസ് ചെയ്യാം. ഇത്തരത്തിൽ ഒട്ടനവധി മറ്റു ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അതുപോലെ മാസ്കിംഗ് എന്നൊരു പുതിയ ഫീച്ചർ കൂടി ഫിൽമോറ 12 വന്നിട്ടുണ്ട്. ഇപ്പോൾ എഡിറ്റിംഗ് എല്ലാം തീർന്നെങ്കിൽ നമുക്ക് ഇതെങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ട റെസൊല്യൂഷൻ എല്ലാം സെറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇത് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഹയർ റെസൊല്യൂഷൻ ആണ്. ഇത് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട റെസൊല്യൂഷൻ ഇവിടെ സെറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഏതിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതേ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ നമുക്ക് ഈ ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്ത് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ MP4-ൽ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഫയൽ സൈസ് ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എത്ര MB വരുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ വീഡിയോയുടെ ഡ്യൂറേഷൻ ഇത് 9 മിനിറ്റ് 28 സെക്കൻഡ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം എക്സ്പോർട്ട് എന്ന് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തിരുന്ന മറ്റു കുറച്ച് സോഫ്റ്റ്വെയറിനെ എല്ലാം അപേക്ഷിച്ച് ഇത് റെൻഡറിങ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. അതായത് ഇത് പെട്ടെന്ന് തന്നെ എക്സ്പോർട്ട് ആയി കിട്ടുന്നുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിന് എത്ര സമയം എടുക്കുമെന്നെല്ലാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷന് മറ്റൊരു അഡ്വാൻറ്റേജ് ആയി പറയാനുള്ളത് ഇതിന്റെ ക്വാളിറ്റി, അതായത് ഔട്ട്പുട്ട് വീഡിയോ നമ്മൾ റെൻഡർ ചെയ്തതിനു ശേഷം നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് ലഭിക്കുന്നത്.
അതുപോലെ ഇത് പർച്ചേസ് ചെയ്തതിന് ശേഷം എനിക്ക് ചെറിയ ഇഷ്യൂ എല്ലാം വന്നപ്പോൾ ഞാൻ ഇവരുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ടീമുമായി കോൺടാക്ട് ചെയ്തിരുന്നു. മെയിൽ ത്രൂ ആണ് ഞാൻ ഇവരുമായി കോൺടാക്ട് ചെയ്തത്. അവരിൽ നിന്നും നല്ല ഒരു യൂസർ സപ്പോർട്ട് എല്ലാം എനിക്ക് ലഭിച്ചു. അതിനാൽ തന്നെ നല്ല യൂസർ സപ്പോർട്ട് എല്ലാം അവർ നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എന്തെല്ലാം എന്ന് നോക്കാം. നിങ്ങൾ ഫ്രീ വേർഷൻ എല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ വാട്ടർമാർക്ക് എല്ലാം വരും. അതുപോലെ ഞാൻ 4K വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ഒരു ലാഗ് ഫീൽ ചെയ്തു. എന്റെ ലാപ്ടോപ്പ് കുറച്ച് പഴക്കമുള്ള ഒരു ലാപ്ടോപ്പ് ആയതുകൊണ്ടാണ് ഒരുപക്ഷെ 4K കുറച്ച് സ്ലോ ആയി തോന്നുന്നത്. നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഒരു സിസ്റ്റം എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല ഒരു സോഫ്റ്റ്വെയർ ആണിത്. വീഡിയോ എഡിറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് അല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാനെല്ലാം താല്പര്യമുള്ളവർക്ക് നല്ല ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നിയാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്